വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ OET ലിസണിങ്ങിന്റെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ ആണെന്നും എങ്ങനെയാണ് ഇതിന്റെ ആൻസർ നമ്മൾ കറക്റ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ചെയ്യുന്നതെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഡോക്ടർ ബൂക്കർ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇൻ ജെയിൻസ് കേസ് ആൻ എൻഡോസ്കോപ്പി വാസ് ഒമിറ്റഡ് ബിക്കോസ്. സോ ജെയിൻ്റെ കേസിൽ എൻഡോസ്കോപ്പി ഒമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ. ബിക്കോസ് അതിന് കാരണം എന്താണ്? സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കോസ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ, ഹെർ കണ്ടീഷൻ ഹാഡിൻറ്റ് യെറ്റ് ബീൻ സ്റ്റെബിലൈസ്ഡ്. കണ്ടീഷൻ അതുവരെ സ്റ്റെബിലൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, ഹെർ ഏജ് മേഡ് ദ പ്രൊസീജിയർ പ്രോബ്ലമാറ്റിക്. ഏജ് കാരണം പ്രൊസീജിയർ പ്രോബ്ലമാറ്റിക് ആയതുകൊണ്ടാണ് എൻഡോസ്കോപ്പി ഒമിറ്റ് ചെയ്തത്. സർജറി നീഡഡ് ടു ബി ക്യാരിഡ് ഔട്ട് ഏർജൻ്റ്ലി. സർജറി ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യേണ്ടത് കൊണ്ടാണ്. അപ്പോൾ എൻഡോസ്കോപ്പി എന്തുകൊണ്ടാണ് ഒമിറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് കോസ് ആൻഡ് എഫക്റ്റ്. എസ്പെഷ്യലി നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ ഈ ഓപ്ഷനകത്തെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചിരിക്കാതെ കോസ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കോസിനും എഫക്റ്റിനെയും കാണിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന വാക്കുകൾ ഏതാണെന്നൊക്കെ അറിയാമെങ്കിൽ അത് എളുപ്പമായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Protocol would normally call for an endoscopy at this stage, but that was omitted in Jane's case as the doctors realised that any delays in surgery would likely lead to complications, especially given Jane's age and pre-existing conditions. She was therefore kept in the ED for 2 hours and stabilised with volume repletion. She was then admitted to a surgical unit and cared for by a general surgeon and a geriatrician. സോ ഈ ഓഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്രോട്ടോകോൾ വുഡ് നോർമലി കോൾ ഫോർ എൻ എൻഡോസ്കോപ്പി അറ്റ് ദിസ് സ്റ്റേജ് ബട്ട് ദാറ്റ് വാസ് ഒമിറ്റഡ് ഇൻ ജെയിൻസ് കേസ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ അവർ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ജെയിൻ്റെ കേസിൽ എൻഡോസ്കോപ്പി ഒമിറ്റ് ചെയ്തു. As the doctors realized that any delays in surgery would likely lead to complications, especially given Jane's age and pre-existing conditions. She was therefore kept in the ED for 2 hours and volume repletion. She was then admitted to a surgical unit and cared for by a general surgeon and a geriatrician. സോ നമ്മൾ ഈ ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ വാക്കുകളിലോട്ട് ഫോക്കസ് ചെയ്ത് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, സോ പല രീതിയിലാണ് പലരും ഓഡിയോ കേൾക്കുന്നത്. ചിലർ ജസ്റ്റ് വെറുതെ ചുമ്മാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇടയ്ക്ക് കേൾക്കുന്ന കുറച്ച് വാക്കുകൾ ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ ഓപ്ഷനിലുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യും. അങ്ങനെയല്ല നമ്മൾ ലിസണിങ്ങിൻ്റെ പാർട്ട് സി കേൾക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾ അങ്ങനെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ഏജ് പറയുമ്പം ഏജ് പ്രോബ്ലമാറ്റിക് എന്നുള്ളത് എസ്പെഷ്യലി ഗിവൺ ജെയിൻസ് ഏജ് ആൻഡ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് എന്നൊക്കെ ഉണ്ട് അല്ലേ, പ്രോബ്ലംസ് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ താഴോട്ട് സ്റ്റെബിലൈസ്ഡ് എന്ന വാക്ക് കാണാം. സോ സ്റ്റെബിലൈസ് ചെയ്തു എന്ന് പറയുന്ന ആ വാക്ക്. അപ്പോൾ നമ്മൾ ചാൻസ് കൂടുതൽ എന്ന് പറയുന്നത് എ ഓർ ബി ചൂസ് ചെയ്യാനായിരിക്കും അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ സിയും ചിലപ്പോൾ ഡൗട്ട് വരും, കാരണം സർജറി എന്നുള്ള വാക്ക് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ഓപ്ഷനും ഡൗട്ട് വരും, ഏതാണ് ചൂസ് ചെയ്യേണ്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. സോ അതിന് പകരം നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കി കോസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്, എഫക്റ്റ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എളുപ്പമാക്കാം. സോ കോസ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റ്യനിൽ സാധാരണ നമുക്കറിയാം ഒരു പ്രോബ്ലത്തിന് എപ്പോഴും ഒരു കോസ് കാണും അല്ലേ. കോസ് ഉണ്ട്, അതിന് എഫക്റ്റ് ഉണ്ട്, അതെങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം അല്ലേ, അതിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലത്തിന് കോസ് ഉണ്ട്, എഫക്റ്റ് ഉണ്ട്, അത് മാനേജ് ചെയ്യേണ്ട രീതികളുണ്ട്. അപ്പോൾ നമ്മളെ തെറ്റിക്കാനായിട്ട് നമ്മളുടെ ഓഡിയോയിൽ ആ പ്രോബ്ലത്തിൻ്റെ കോസും എഫക്റ്റും അത് സോൾവ് ചെയ്ത രീതിയൊക്കെ പറയും. സോ അത് ആ ഓഡിയോയിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നിടത്താണ് നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇവിടെ നമുക്കൊരു വാക്ക് യൂസ് ചെയ്യുന്നത് ജെയിൻസ് കേസിൽ എൻഡോസ്കോപ്പി ഒമിറ്റ് ചെയ്തു. ആസ് ദ ഡോക്ടേഴ്സ് റിയലൈസ് ദാറ്റ് എനി ഡിലേസ് ഇൻ സർജറി വുഡ് ലൈക്ലി ലീഡ് ടു കോംപ്ലിക്കേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ആസ് എന്ന വാക്കാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ആസ് എന്ന വാക്കാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞു. സോ എങ്ങനെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഇതൊരു കോസ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതിൽ കോസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നോർമൽ സിറ്റുവേഷനിൽ പറയാണ് ഐ എം നോട്ട് ഗോയിങ് ടു കോളേജ് ടുഡേ ആസ് ഐ എം സിക്ക്. സോ ഞാൻ കോളേജിൽ പോകുന്നില്ല കാരണം ഞാൻ സിക്കാണ് അല്ലേ. ഞാൻ സിക്ക് ആയതുകൊണ്ട് കോളേജിൽ പോകുന്നില്ല. അപ്പോൾ ആസ് എന്ന വാക്കിൻ്റെ മീനിങ് ഇവിടെ എന്താണ്? കാരണം എന്നായി അല്ലേ. കോസിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആസ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ സിമിലർലി ഇവിടെയും എൻഡോസ്കോപ്പി വാസ് ഒമിറ്റഡ് ആസ് ദ ഡോക്ടേഴ്സ് റിയലൈസ് ദാറ്റ് എനി ഡിലേസ് ഇൻ സർജറി വുഡ് ലൈക്ലി ലീഡ് ടു കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കാരണം എന്നായി. അപ്പോൾ കാരണം ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? സർജറി ഡിലേ ആയാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് എൻഡോസ്കോപ്പി ഒമിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് എസ്പെഷ്യലി ഗിവൺ ജെയിൻസ് ഏജ് ആൻഡ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. സോ ഇത് എങ്ങോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്? കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത എന്തുകൊണ്ടാണ്? ഏജ് കൊണ്ടാണെന്നാണ് പറയുന്നത്. സോ ഗിവൺ ജെയിൻസ് ഏജ് ആൻഡ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്നുള്ളത് കോംപ്ലിക്കേഷനുമായിട്ട് വേണം കണക്ട് ആകാൻ.
കോംപ്ലിക്കേഷനുമായിട്ട് വേണം കണക്ട് ആക്കാനായിട്ട്. സോ ക്വസ്റ്റ്യനിൽ ജെയിൻ എന്തുകൊണ്ടാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജെയിൻ്റെ ഏജ് കൊണ്ടാണ്, പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ കൊണ്ടാണെന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. എൻഡോസ്കോപ്പി ഒമിറ്റ് ചെയ്തു കാരണം സർജറി ഡിലേ ആക്കാൻ പറ്റില്ല. സർജറി ഡിലേ ആയാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ജെയിൻ്റെ ഏജും കണ്ടീഷൻ കൊണ്ടും. ഓക്കെ, നൗ ഷീ വാസ് ദെയർ ഫോർ, അതുകൊണ്ട്. സോ ദെയർ ഫോർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു സൊല്യൂഷനിലാണ് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? സോ എൻഡോസ്കോപ്പി ചെയ്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? ഇടയിൽ 2 hours വെച്ച് സ്റ്റെബിലൈസ് ചെയ്തു. സോ സ്റ്റെബിലൈസ് എന്ന് പറയുന്ന കാര്യം ഈ ഒമിറ്റ് ചെയ്തതിൻ്റെ കാരണമല്ല, ഒമിറ്റ് ചെയ്തത് കൊണ്ട് ഒരു സൊല്യൂഷനായിട്ട്, അല്ലെങ്കിൽ ഏജ്, പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സൊല്യൂഷനായിട്ടാണ് സ്റ്റെബിലൈസ് ചെയ്ത് എന്ന് പറയുന്നത്. സോ ദെയർ ഫോർ എന്ന വാക്ക് ഒരിക്കലും നമുക്ക് കോസിനെ കാണിക്കാനായിട്ടുള്ളൊരു വാക്കല്ല. ഓക്കെ, സോ ഇവിടെ ആസ് എന്ന വാക്കും പിന്നെ അതുപോലെ തന്നെ ഗിവൺ എന്നൊരു വാക്കുമാണ് നമുക്ക് റിലേറ്റഡ് ടു അല്ലെങ്കിൽ കാരണം എന്നതിനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് ആ ഓഡിയോയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. കാരണം ഇവിടെ ആസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ, ആസ് കോസിനെ കാണിക്കാനുള്ളൊരു വാക്കാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അത് കഴിഞ്ഞിട്ട് ഉടനെ വരുന്നതായിരിക്കും നിങ്ങളുടെ ആൻസർ. അപ്പോൾ പിന്നെ വേറെ വാക്കുകളിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയുമില്ല. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സി ആണ്. ഓക്കെ, നൗ അർജൻ്റ്ലി എന്ന വാക്ക് ഇവിടെ കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് ചൂസ് ചെയ്യില്ല. പക്ഷേ ഇത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഡിലേ ആയാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. സോ സർജറി അർജൻ്റ്ലി ക്യാരി ഔട്ട് ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ് എൻഡോസ്കോപ്പി ഒമിറ്റ് ചെയ്തത്. ഓക്കെ, സോ നമ്മുടെ ചോദ്യം എൻഡോസ്കോപ്പി ഒമിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നാണ്. സോ കാരണം അല്ലെങ്കിൽ റീസണെ കാണിക്കാനുള്ള വാക്കുകൾ ഓഡിയോയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. പല വാക്കുകളുണ്ട്, ഒരുപാട് വാക്കുകളുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആസ് എന്ന വാക്കാണെന്നേ ഉള്ളൂ കേട്ടോ. നൗ ആസ് എന്ന വാക്കിൻ്റെ അർത്ഥം കാരണം എന്നാണ്. ആസിന് കാരണം എന്ന വാക്ക് മാത്രമല്ല, പോലെ എന്നൊരു വാക്കുകൂടെ ഉണ്ട്. അത് സെൻറ്റൻസിനനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഞാൻ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. നൗ അവിടെ തന്നെ യൂസ് ചെയ്ത ദെയർ ഫോർ എന്ന കണക്ടർ നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്തു? ഇതൊരു സൊല്യൂഷൻ ആണെന്ന് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ എപ്പോഴും ഈ പറയുന്ന സ്റ്റെബിലൈസ്ഡ്, പ്രോബ്ലം, ഏജ് എന്ന വാക്കുകൾ മാത്രമല്ല, ആസ്, ദെയർ ഫോർ, ഗിവൺ എന്ന കണക്റ്റേഴ്സൂടെ നമ്മൾ ഓഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓഡിയോ കേട്ടാലേ നമുക്ക് സി പാർട്ടിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ലിസണിങ്ങിൻ്റെ എ പാർട്ടിൽ നമ്മൾ ചിലപ്പോൾ ഓരോ വാക്കുകൾ ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സി പാർട്ടിൽ നമ്മൾ റീഡിങ്ങിൻ്റെ പാർട്ട് സിയിൽ എങ്ങനെയാണോ ഓരോ വാക്കുകളും കണക്റ്റേഴ്സിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത്, കോമ അല്ലേ, ഇൻവേർട്ടഡ് കോമേനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് ലിസണിങ്ങിൻ്റെ പാർട്ട് സിയിലും കണക്റ്റേഴ്സ് എന്തിനാ അത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ആ സെൻറ്റൻസിനെ കണക്ട് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇമ്പ്രൂവ്മെൻറ്റ് വരുള്ളൂ, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടൊരു ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലിസണിങ് കേൾക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പ് മാത്രമോ അല്ലെങ്കിൽ കുറേ മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെ പാർട്ട് സി കേൾക്കണം, എങ്ങനെ ബി പാർട്ട് കേൾക്കണം, എങ്ങനെ എ പാർട്ട് കേൾക്കണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ലിസണിങ് ആൻഡ് റീഡിങ്ങിൻ്റെ സ്കിൽസ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. JM അക്കാഡമിയിലെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും സ്കിൽസ് കോഴ്സിൽ റീഡിംഗ് ആൻഡ് ലിസണിങ്ങിൻ്റെ ക്ലാസ്സസ് ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോഴ്സ് എൻക്വയറി ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.